ചാരുമൂടിനടുത്തുള്ള ഒരു താമരപ്പാടത്തിലേക്കാണ് ഇന്ന് പോയത്. അവിടെ പോയപ്പോൾ തന്നെ കിടിലം മഴയായിരുന്നു. ഈ കാലും അനക്കി നിൽക്കുന്നതാണ് ചിത്തിര. ചിത്തിരയുടെ വീടിനടുത്താണ് ഈ താമരപ്പാടം ഉള്ളത്. ഇത്ര കിടിലം മഴയായിട്ടും വെള്ളത്തിലിറങ്ങി കാല് നനയ്ക്കാതെ എങ്ങനെ ഇപ്പുറം ചാടാമെന്നാണ് ചിത്തിര നോക്കുന്നത്. രണ്ട് സൈഡിലായി പാടവും അതിന് നടുക്ക് ഒരു തോടുമുണ്ട്. തോടിൻ്റെ അങ്ങും ഇങ്ങുമായി താമര പൂത്ത് നിൽപ്പുണ്ട്. കുറച്ച് അങ്ങു മാറിയ ഒരു പാടത്തിൽ കുറേ താമര പൂത്ത് നിൽപ്പുണ്ട്. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം നല്ല വെള്ളമാണ്. ഒരു താമരപ്പൂ പറിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചിത്തിര ചാടി വെള്ളത്തിലിറങ്ങി. എന്നിട്ട് ഒരു താമരമൊട്ടുമായിട്ടാണ് അവൾ കയറി വന്നത്. ഈ പാടത്ത് ഒരുപാട് താമരയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ ഇവിടെയായിട്ട് നിൽപ്പുണ്ട്. ഈ കഴിഞ്ഞ മഴയിൽ എല്ലാം നശിച്ചു എന്നാണ് കേട്ടത്. അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നടന്നു. തിരിച്ചു വന്നപ്പോൾ മഴയത്ത് ഡാൻസ് കളിക്കണമെന്ന് അവളുമാർക്ക് ആഗ്രഹം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവരുടെ ഗുരുവായ ഡാൻസ് മാസ്റ്റർ വിക്രത്തെ മനസ്സിൽ ധ്യാനിച്ച് അവർ അവരുടെ പരിപാടി തുടങ്ങി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പോഴേലും കാണാം. ബൈ.